ആദ്യ 2 സ്ഥാനങ്ങൾ നേരത്തെ ഉറപ്പിച്ചു കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കുന്ന അടുത്ത 3 സ്ഥാനങ്ങൾ തേടി നാളെ കൊട്ടിക്കലാശം. ഓരോ ഗോളും നിർണായകമാവുകയും നെഞ്ചിടിപ്പുയരുകയും ചെയ്യുന്ന കിടിലൻ അംഗങ്ങൾക്കാണ് ഞായറാഴ്ച രാത്രി ഇംഗ്ലീഷ് മണ്ണിലെ 10 വേദികളിൽ അരങ്ങുണരുക. തുടക്കം മുതൽ ലീഡ് നിലനിർത്തി ആർനെ സ്ലോട്ടിന്റെ ചെമ്പട കിരീടധാരണം നേരത്തെ പൂർത്തിയാക്കി കഴിഞ്ഞു. 71 പോയിന്റുമായി ഗണ്ണേഴ്സ് 2ാം സ്ഥാനത്തുണ്ട്. പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിലേക്ക് 5 ടീമുകൾ ഉണ്ടാകുമെന്നതിനാൽ അടുത്ത 3 സ്ഥാനങ്ങൾ തേടി മാഞ്ചസ്റ്റർ സിറ്റി, ന്യൂകാസിൽ യുണൈറ്റഡ്, ചെൽസി, ആസ്റ്റൺ വില്ല, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ടീമുകളാണുള്ളത്. വൻ വീഴ്ചകളുമായി ഒരു ഘട്ടത്തിൽ ഏറെ പിറകിലായിരുന്ന സിറ്റി 68 പോയിന്റുമായി നിലവിൽ 3ാമതാണ്. തുല്യ പോയിന്റുള്ള ന്യൂകാസിൽ, ചെൽസി, ആസ്റ്റൺ വില്ല എന്നിവയാണ് 4 മുതൽ 6 വരെ സ്ഥാനങ്ങളിൽ. എല്ലാവർക്കും 66 പോയിന്റ്. 1 പോയിന്റ് കുറഞ്ഞ് 7ാമതുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനുമുണ്ട് സാധ്യത. സിറ്റിക്ക് ഫുൾഹാമുമായി അവരുടെ തട്ടകത്തിലാണ് പോരാട്ടം. മികച്ച ഗോൾ ശരാശരിയുള്ള ടീമിന് ഒരു സമനില നേടിയാൽ ആദ്യ 5-ൽ ഇടമുറപ്പിക്കാം. തുല്യ പോയിന്റുകാരിൽ ന്യൂകാസിൽ, ചെൽസി ടീമുകൾ ഗോൾ ശരാശരിയിൽ മുന്നിലായതിനാൽ ജയിച്ചാൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കും. വില്ലക്ക് ജയം മാത്രം പോരാ, പോയിന്റിൽ ഒപ്പം നിൽക്കുന്ന 2 പേർ തോൽക്കുകയോ സമനിലയാവുകയോ വേണം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ഇറങ്ങുന്ന ചെൽസിക്കാണ് നിലവിൽ ഏറ്റവും കടുത്ത പോരാട്ടം. ഫോറസ്റ്റിന് ചെൽസിയെ തോൽപ്പിച്ചാൽ മാത്രം പോരാ, ന്യൂകാസിൽ, വില്ല ടീമുകളിൽ ഒരാൾ തോൽക്കുകയോ സമനിലയിലാവുകയോ വേണം. കഴിഞ്ഞ സീസണിൽ തരം താഴ്ത്തൽ നരികയായിരുന്ന ഫോറസ്റ്റിന് ആദ്യ 5-ലെത്താനായാൽ തകർപ്പൻ തിരിച്ചുവരവാകും. സീസണിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഫോറസ്റ്റ് പിന്നീട് നിറം മങ്ങിയിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് കിരീടമുറപ്പിച്ച ലിവർപൂൾ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്റ്റൽ പാലസിനെതിരെ സ്വന്തം കളിമുറ്റത്തെ അവസാന വിസിലിന് ശേഷമാകും ലിവർപൂൾ പ്രീമിയർ ലീഗ് കപ്പ് ഏറ്റുവാങ്ങുക. 28 ഗോളും 18 അസിസ്റ്റുമായി ബഹുദൂരം മുന്നിലുള്ള മുഹമ്മദ് സല 1 ഗോളോ അസിസ്റ്റോ നൽകിയാൽ അത് റെക്കോർഡാകും. മുൻ ലിവർപൂൾ പരിശീലകനായിരുന്ന യോർഗൻ ക്ലോപ്പും ടീമിന്റെ കിരീടധാരണം കാണാൻ നാളെ ആൻഫീൽഡിലെത്തുന്നുണ്ട്.